കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് പോക്കോൺ ചെയ്യുന്ന എവിടെയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് മോൻ കഴിച്ചിട്ടിരിക്കുന്ന പോക്കോണാണ് കേട്ടോ. പോക്കോൺ കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ കഴിച്ചിട്ട് കൊള്ളാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിത് ഒരു പാക്കറ്റ് ചോളം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിന് ഒരു പാക്കറ്റിന് 28 രൂപയാണ് കേട്ടോ വരുന്നത്. ഇത്രയും 28 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്കത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ചോളമല്ലേ. ഇത്രയും ചെറിയ ചോള നമുക്ക് എന്തുമാത്രം വലുതായിട്ടതും നമുക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ പൊരിഞ്ഞ് വരുന്നത് നോക്കാം. കണ്ടില്ലേ, അതായത് സ്റ്റൗവൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് നമ്മുടെ കുക്കറിലാണ് കേട്ടോ വയ്ക്കണേ. കുക്കർ നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പോക്കോണിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇത് മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന പോക്കോൺ ഞാനിത് പകുതി തട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇത്രയും പോക്കോണാണ് ഇട്ടിട്ടുള്ളത്. നമുക്കിത് എന്തുമാത്രം കിട്ടണമെന്ന് നോക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പിൽ ബെൽറ്റില്ലാതെ നമുക്ക് ബെൽറ്റ് ഇടണ്ട കേട്ടോ. അതില്ലാതെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. നമ്മുടെ പോക്കോണൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട് കേട്ടോ, നല്ല സൗണ്ടായിട്ട്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും നന്നായിട്ട് ഇത്രയും ഒരു കുക്കർ നിറയെ പോക്കോൺ കിട്ടുമെന്ന്. ഫസ്റ്റ് ടൈം ചെയ്യണം കേട്ടോ. ഞാൻ ഇതിലേക്ക് ചെയ്തിട്ടേ ഇല്ല. ഞാനൊരു വീഡിയോ നോക്കിയിട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഇത്രയും ശരിക്കും ഞാൻ ഇത്രയും നന്നായിട്ട് വരുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പോക്കോൺ കഴിക്കാനായിട്ട്. കല്യാണത്തിനൊക്കെ പോയാൽ അവിടെയൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ കല്യാണ വീട്ടിലൊക്കെ. അപ്പം ഇത്രയും ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഒന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അവർക്ക് ഏട്ടാ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വീട്ടിലൊന്ന് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചിട്ട്. കണ്ടില്ലേ, ഇത്രയും പോക്കോൺ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു ദിവസം ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഒരു കുക്കർ നിറയെ പാത്രം നിറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ അവർക്ക് കൊതി തീരെ കഴിക്കാനായിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം കണ്ടില്ലേ, നല്ല വലിപ്പമുണ്ട്. അത് നന്നായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ എന്ത് സൂപ്പറായിരിക്കുന്നേ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഭയങ്കര സന്തോഷം കേട്ടോ, ഇത്രയും നന്നായിട്ട് തന്നെ വന്നപ്പോൾ. ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ ഇത്ര നന്നായിട്ട് വരുമെന്ന്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം കേട്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അല്പം ഉപ്പ് കുറവാണ് കേട്ടോ. ഉപ്പ് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനത് എൻ്റെ ഉപ്പ് ഇട്ടത് ഇത്രയും കുറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാതെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇനി ഫോട്ടോഷൂട്ടൊക്കെ ആകാമല്ലേ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മക്കൾക്ക് കൊടുക്കാം. അപ്പോൾ മോളാണെങ്കിൽ ഇല്ല കേട്ടോ, മോൾ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇതാ മോൻ മാത്രം ഇരുന്നിട്ട് ഇതാ കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അമ്മയെ സൂപ്പറായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ തന്നിട്ടിരുന്ന് കഴിച്ചിട്ടിരിക്കണേ.